രാവിലെ ഇന്ന് ഉണ്ടാക്കിയത് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ ചുവന്ന ചട്നി ഉണ്ടാക്കിയിട്ട് എന്നും വെള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ചുവന്ന ചട്നി കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ എനിക്ക് വെള്ള ചട്നീനേക്കാളും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം ചുവന്ന ചട്നി അല്ലെങ്കിൽ സാമ്പാറൊക്കെയാണ്. അപ്പോൾ സാമ്പാർ ഏതായാലും ഉണ്ടാക്കാൻ നിന്നില്ല, കുറേ ദിവസം സാമ്പാർ ഉണ്ടാക്കി. അങ്ങനത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് വേഗം ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് അത് ഇടാട്ടോ. അപ്പോൾ ഇനി അടുത്ത എക്സാം വരുമ്പോഴൊക്കെ അത്യാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ എക്സാമിനേക്കാളും നല്ലതായിരുന്നത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എക്സാമാണെന്ന് തോന്നുന്നു. എനിക്കതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഇടണം. അങ്ങനെ ഞാൻ കുറേ ദിവസമായിട്ട് നോക്കി നടക്കുന്ന എൻ്റെ ബോക്സിലേക്ക് കിട്ടിയിട്ടോ. ഞാൻ ഷെല്ലുകളും അതുപോലെ തന്നെ മണികളൊക്കെ ഇട്ട് വയ്ക്കുന്നൊരു ചെപ്പായിരുന്നു. ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോഴാണ് ഇതിനെ കണ്ടു കിട്ടിയത്. അങ്ങനെ ഞാൻ ഇതിൽ കാണുന്ന ഈ ചെറിയ മണികളില്ലേ, ഇത് വെച്ചിട്ട് ഞാനൊരു ഇൻവിസിബിൾ മാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ടുള്ളൊരു മാലയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കിതേ കുഞ്ഞൊരു സൂചി ഉപയോഗിച്ചിട്ടാട്ടോ ഉണ്ടാക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു അടുത്ത എക്സാം വരാറായിട്ടുണ്ട്, അപ്പോൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നോക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ മാക്സിമം. നമുക്ക് PSC ടെസ്റ്റ് പോലെ തന്നെ ഇതുപോലൊരു ടെസ്റ്റ് തന്നെയാണിത്. ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൻസറൊക്കെ കറക്കി കുത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഴും. നമുക്ക് ജോലിയുടെ സമയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ജോലി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളവർ വെറുതെ ഈ ചാൻസ് കളയരുത്. നമ്മൾ ഒരു ബാങ്കിലേക്കായാലും ഒന്ന് അപ്ലൈ ചെയ്ത് എക്സാമൊക്കെ എഴുതാം കേട്ടോ എല്ലാവരും. അപ്പം ഞാൻ ഇപ്രാവശ്യം നോക്കിയപ്പോൾ കുറേ സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാങ്കുകൾ. പക്ഷേ തൃശ്ശൂർ കുറച്ച് കുറവാണ് പൊതുവേ. അപ്പം ഞാൻ 2 ബാങ്കൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതി വരെ അങ്ങോട്ടുള്ളൂ. അപ്പോൾ അത് കാരണം വേഗം പോയി ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് ആവാൻ നിൽക്കരുത്. പിന്നെ നമ്മുടെ സൈറ്റിലൊക്കെ പാസ്വേഡും ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. പാസ്വേഡ് അതുപോലെ തന്നെ ഇമെയിൽ ID ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇതെങ്ങാനും തെറ്റിപ്പോയി കുറേ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്യുക, ഈ റോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊഫൈല് ലോക്കായി പോവും. പിന്നെ നമുക്ക് ലോക്കായാലും ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇതുപോലെ ലോക്കായിട്ടുണ്ടായിരുന്നു നമ്മുടെ സൈറ്റ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനോ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് വേണം. തെറ്റായിട്ടുള്ള മെയിൽ ID ഒക്കെ അടിക്കാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ. PSC ഒക്കെ പോലെ തന്നെയാണ് നമ്മളിത് സൈറ്റ് ഇതിൽ പാസ്വേഡും അതുപോലെ തന്നെ മെയിൽ ID ഒക്കെ അടിക്കുകയാണ്. അപ്പോൾ ഞാനത് കാരണം നമുക്ക് പഠിപ്പ് നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ കുറേശ്ശെ ഇങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടച്ച് വിടില്ല. അല്ലെങ്കിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇപ്പോൾ 2 ദിവസം അടച്ചു വെച്ചിട്ടാണ് ഞാനിപ്പോൾ തുറക്കുന്നത് തന്നെ. പിന്നെ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിയതിന് ഉച്ചക്കേൽക്ക് വേണ്ടിയിട്ട് മുട്ട കൊത്തി പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ 2 മുട്ട എടുത്ത് നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നാളികേരം ഇടുന്നുണ്ടായിരുന്നു. പിന്നെ നാളികേരം ചേരേണ്ട മടിയായതൊന്നും ഞാൻ പിന്നെ നാളികേരം ഇട്ടില്ല. പിന്നെ നമുക്കിത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒപ്പം കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കുരുമുളകും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ഈ എരിവുമാണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത് വേപ്പില ഇടാനായിട്ട് മറന്നുപോയി എന്നുള്ളത്. അപ്പോൾ വേപ്പിലയും കൂടി ഇടണം. അപ്പോൾ ഞാൻ പൊടി ആദ്യം ഇടാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം നമ്മുടെ വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഊണിൻ്റെ ഒപ്പം നമ്മുടെ മുട്ട പൊരിച്ചത് കഴിക്കുക. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേ നമ്മുടെ പറമ്പിലേക്ക് പോയതാട്ടോ. നമ്മുടെ ആത്തച്ചക്കൊക്കെ അത്യാവശ്യം വലുതായി തുടങ്ങിയിട്ടുണ്ട്. മൂക്കുന്നത് നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ വവ്വാലിൻ്റെ ഒക്കെ ഭയങ്കര ശല്യമാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ. അപ്പം ഞങ്ങൾ മൂത്തതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ പൊട്ടിക്കാനായിട്ട് കുറച്ച് പണിയാണ്. പിന്നെ ഇവിടെ ഒരു കോണിയുള്ള കാരണം അതൊക്കെ വെച്ച് കയറാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.